പരിരക്ഷ കിട്ടും. ശരിയാണ്. ഷഡ്ഗിൽ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ പോലീസിന് ശുഷ്കാന്തിയില്ലെന്ന് പറയരുത്. പോലീസിന് ശുഷ്കാന്തിയുണ്ട്. എപ്പോഴാണ്? ഇപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പാവ മാധ്യമപ്രവർത്തകൻ 26 വയസ്സാണ്, റൂബില്ലാൻ എന്നാണ് പേര്, ഒരു കാട്ടുപന്നി അപകടത്തിൽ പരിക്കേറ്റ് കിടന്നു. വനം വകുപ്പാർ തിരിഞ്ഞു നോക്കുന്നില്ല. ആ മേഖലയിൽ വലിയ സ്വാധീനമുള്ള റൂബിനെ അവിടുത്തെ നാട്ടുകാർ വിളിച്ചു പറയുന്നു. റൂബിൻ അവിടെ പോകുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വനഭൂമിയിൽ കടന്നു കയറാതെ പുറത്തുനിന്ന് ദൃശ്യങ്ങൾ എടുക്കുന്നു. വനം വകുപ്പാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, തർക്കമുണ്ടാകുന്നു, വാർത്ത കൊടുക്കുന്നു. വാർത്ത കൊടുത്ത് ചുരുക്കിൽ ആ രാത്രി പോയി കള്ളക്കേസ് കൊടുക്കുന്നു ഒരു പോലീസ് അവിടുത്തെ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ജാക്സൺ. പെട്ടെന്ന് 11 മണിക്ക് പോലീസ് സംവിധാനം ഒന്നാകെ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. ഈ കള്ളക്കേസിൽ അവൻ്റെ വീട്ടിൽ പോയി, അമ്മ മാത്രമുള്ള വീട്ടിൽ നിന്ന് 26 വയസ്സുള്ള ഒരു പാവം ചെറുപ്പക്കാരനെ എന്താണ് പോലീസ് ജീപ്പ് കൊണ്ട് നിർത്തി ഇറങ്ങി വന്നു. റൂബിൻ എന്താണ് ചോദിക്കാൻ? കഴുത്തിന് പിടിച്ച് വണ്ടിയിലിട്ടു. പോകുന്നവർ ആ ഫോൺ എറിഞ്ഞ് ഷർട്ട് പോലെ വിടാൻ അനുവദിക്കാതെ കഴുത്തിന് പിടിച്ച് വണ്ടിയിലിട്ടു. പോകുന്ന വഴി തെളിവുള്ള ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ വനിതാ GD ഉദ്യോഗസ്ഥയുണ്ട്. ആ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിൽ അടിവസ്ത്രത്തിൽ അവിടെ ലോക്കപ്പിൽ നിർത്തി. എന്നിട്ട് അവിടെ വനം വകുപ്പും എക്സൈസ് വകുപ്പും അല്ലെങ്കിൽ വനം വകുപ്പും ആഭ്യന്തര വകുപ്പും ഒക്കെ കൈകോർക്കുന്നു. ഒരു സർക്കാർ 26 വയസ്സുകാരൻ മാധ്യമപ്രവർത്തനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. അവനെ പുറത്തു വരരുത് എന്ന കഠിനമായ വാശിയിൽ നിൽക്കുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, പോലീസിന് ശുഷ്കാന്തിയില്ലെന്നൊന്നും പറയല്ലേ? പോലീസിന് വളരെയേറെ ശുഷ്കാന്തിയുണ്ട്. ഞാൻ ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ വയ്യ. സത്യസന്ധരായ 100 കണക്കിന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സേനയാണ് കേരളത്തിലെ പോലീസ് സേന. ആ പോലീസ് സേനയെക്കുറിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമം എഴുതിയത് അത് വായിക്കുന്ന ആർക്കും ഞെട്ടലുണ്ടാകുന്നതാണ്. ഇത്രത്തോളം വലിയ ഭീഷണിയിൽ മലയാളി ഒരു കാലത്തും ജീവിച്ചിട്ടില്ല. ഗുണ്ടകൾ നാട് വിറപ്പിക്കുന്ന സംസ്ഥാനത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സാധാരണക്കാരുടെ ജീവിതം എന്താകും? എന്തെങ്കിലും ചോദിക്കാനും എന്തെങ്കിലും പറയാനുമുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ള അവരുടെ അവകാശത്തെ വായ മൂടിക്കെട്ടുന്ന, അവരുടെ അവകാശത്തെ, സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു സമീപനം ഇവിടുത്തെ ഭരണകക്ഷി സ്വീകരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 2016 മുതൽ 2022 വരെയുള്ള ഓഗസ്റ്റ് വരെയുള്ള 6 വർഷത്തിൽ 461 ബോംബ് ആക്രമണമാണ് ഈ കേരളത്തിൽ ഉണ്ടായത്. ഒരു കേസ് പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ബോംബിൽ അക്രമം നടത്തി ബോംബ് ഉണ്ടാക്കുമ്പോൾ സ്വയം ബോംബ് പൊട്ടി മരിച്ചവരെ വീരനായകന്മാരാക്കി സ്മാരകമുണ്ടാക്കുന്ന രാഷ്ട്രീയ സമീപനം ഈ കേരളത്തിൽ നടക്കുന്നു. 1880 ഗുണ്ടകൾ വിഹരിക്കുകയാണ് കേരളത്തിൽ. അത് ക്വാറി മാഫിയ, മണൽ മാഫിയ, അങ്ങനെയുള്ള സകല മാഫിയകളും വഴി പണം മേടിച്ച് ആ ഗുണ്ടകളിൽ നിന്ന് വിഹിതം സമ്പാദിക്കുന്ന ഒരു പോലീസ് സേന മോന്തായം വളഞ്ഞാൽ പിന്നെ ഒക്കെ പോക്കാണ് എന്ന് പറയുന്നതല്ലേ സ്ഥിതി. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. 1880 ഈ ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിൽ പോലീസിലുണ്ട് എന്നറിഞ്ഞിട്ടും നടപടി ഒന്നും എടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പം 24-ൻ്റെ ലേഖകനെ പോലെ നിരപരാധികൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് തന്നെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വണ്ടി വിട്ടോ അത് അവനോടൊന്നും മുട്ടണ്ട. ഞങ്ങളുടെ റിപ്പോർട്ടറാണ് റൂബിലാൽ, ഞങ്ങളുടെ പിന്തുണയുണ്ട്. അത് സത്യം പുറത്തുവിടാൻ ഞങ്ങൾ ഉറപ്പായും അതിന്റെ പിന്നാലെയുണ്ട്. ഇതുപോലെ എത്രയെത്ര പാവം മനുഷ്യർ, ഇത് മാധ്യമങ്ങളോട് വാർത്ത പറയാൻ പറ്റാത്ത പാവം മനുഷ്യർ ഈ പോലീസിന്റെ നരനായാട്ടിൽ പെട്ടിട്ടുണ്ടാവുന്നേ. ഇത് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇത് ഒരു വാർത്ത പുറത്തുവിട്ട ചുരുക്കിൽ ഒരു കള്ളക്കേസ് എടുക്കുക, പരമാവധി എന്ന് പറഞ്ഞാൽ ഒരു 26-കാരനെ ഉപദ്രവിക്കാവുന്നതിന്, അവനോട് ശിക്ഷിക്കാവുന്നതിന്, അവൻ്റെ മനോവീര്യം തകർക്കാവുന്നതിന്, അവൻ്റെ ഭാവി തുലച്ചു കളയാൻ കഴിയാവുന്ന രീതിയിൽ പരമാവധി രൂപത്തിൽ ഒരു ഭരണകൂടം ഒന്നാകെ ചെറുപ്പക്കാരന് നേരെ നിൽക്കുക. ഇതെന്ത് നാടാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ? എന്നിട്ട് ഗുണ്ടകൾ സ്വൈര്യവിഹാരം, ഒരു കുഴപ്പമില്ല. ഗുണ്ടകൾക്ക് അല്ലെങ്കിൽ ഡിവൈഎസ്പിമാർക്ക് ഗുണ്ടകളുടെ വീട്ടിൽ പോകാം, അവിടെ മൃഷ്ടാന്നം, പുഴമീനും മട്ടനും ചിക്കനും കൂട്ടി ഭക്ഷണം കഴിക്കാം, ആരെങ്കിലും വിളിക്കാൻ വന്നാൽ അവിടെ കക്കൂസിക്കറി ഒളിക്കാം, രക്ഷപ്പെടുത്താൻ ആളുണ്ട്. ബി ഗോപാലകൃഷ്ണൻ, എന്തൊരു കഷ്ടമാണിത്. അതുതന്നെയാണ് ആ പ്രധാന പത്രത്തിലെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഒരു പത്രമാധ്യമ പ്രവർത്തകൻ്റെ ഗതികേട് ഇതാണെങ്കിൽ സാധാരണക്കാരൻ്റെ ജീവിതം എന്താകും? ഗുണ്ടകൾ നാട് വിറപ്പിക്കുന്ന ഈ സംസ്ഥാനത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരവസ്ഥയിൽ മാറുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവന്, അതിൻ്റെ സുരക്ഷിതത്തിന് എന്ത് വിലയാണുള്ളത്, എന്ത് അവസ്ഥയാണുള്ളത്? ഇത്ര നിയമവാഴ്ചയില്ലാത്ത, അരക്ഷിതാവസ്ഥയുള്ള
ഈ ഒരു ഭയാനകമായ ക്രൂര കൃത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ജീവിത അന്തരീക്ഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വലിയ മാനസകുടിയിലോ മറ്റോ പോയി തിന്ന് കൊഴുത്ത് എല്ലാ വിനോദം നടത്തി വരുന്ന വഴിയിലാണ് ഈ തെമ്മനം ഫൈസൽ എന്ന അക്രമിയുടെ ഗുണ്ടയുടെ വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഗുണ്ടയുടെ വീട്ടിലേക്ക് കയറിയ ആ സമയത്ത് പോലീസുകാരനോട് ചോദിച്ചപ്പോൾ ഒരു കൗതുകം, അയാളെ കാണാനുള്ള കൗതുകം, ഏത് ഈ ഗുണ്ടയെ കാണാൻ കൗതുകം കേരളത്തിലെ പോലീസിന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു പരിതാപകരമായ അവസ്ഥയാ. ഈ DYSP ആരാണ്? DYSP ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSPയാ. ക്രൈം ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പോൾ ഈ DYSP ആണ് ഈ ഗുണ്ടകളുടെ പരിരക്ഷകനായി അവൻ്റെ എന്താ പറയുക, അവൻ്റെ ഭക്ഷണം കഴിക്കാൻ, അവൻ്റെ എച്ചിൽ കഴിക്കാൻ വേണ്ടി പോയിട്ട് അവസാനം ഓടി ഒരു ബാത്റൂമിൽ ഒളിച്ചിരിക്കുക. ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP. ഇയാളെക്കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ ആഷ്മി, വിഷമത്തോടു കൂടി പറയുക. ഇയാളുടെ ഇതിനു മുമ്പുള്ള ഇയാളുടെ ചരിത്രം പരിശോധിക്ക്. ഇയാളാണ് കരുനാഗപ്പള്ളി ലഹരി കടത്ത് കേസിൽ CPMന്റെ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാവിനെ വെള്ളപൂശി റിപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ട് ഇയാൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, ഇയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണോ, ഇയാളെ ഭരണകൂടം ഇയാളെ ഒന്നും ചെയ്യില്ല. ഈ കേസൊന്നല്ല, പല കേസും, ഏതോ കുറെ കേസുകളുണ്ട്. ഇതിലൊക്കെ ഇയാൾ രക്ഷപ്പെടാൻ കാരണം എന്താ? ഒരു ചുക്കും സംഭവിക്കില്ല. നമ്മുടെ ഈ കേസ് നോക്ക്, അല്ല CB കോർഷൻ നമ്മുടെ ഈ കേസ് നോക്ക്. ഇപ്പം അത് വനം മന്ത്രിക്ക് തെറ്റാന്ന് മനസ്സിലായി. വനം മന്ത്രി അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി. അന്വേഷിച്ച് നടപടിയെടുത്തു. ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെതിരെ ഭീകരമായ ഒരു നടപടി. എന്താണെന്ന് അറിയാവോ? വീടിന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ. ഭീകര നടപടിയാ. എന്താണ്? വീടിന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഓഫീസിലേക്ക് ട്രാൻസ്ഫർ. അപ്പോൾ ഉണ്ടാവും, നടപടി കുറെ ഉണ്ടാവും. CB ഗോപാലകൃഷ്ണൻ, ഇത് മാത്രമാണ് അവസ്ഥ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. ഒരു ഞാൻ പറഞ്ഞില്ലേ, എല്ലാ അർത്ഥതലങ്ങളിലും ചോദിക്കാൻ ആളില്ലാത്ത പരിതാപകരമായ പോലീസ് സേന നാണം കെടുക. ഒരു മേയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് എത്ര ചർച്ച ചെയ്തതാ. ഒരു ഡ്രൈവർ കൊടുത്ത പരാതിയിൽ പോലീസ് എടുക്കുന്നില്ല നിയമം, പോലീസ് എടുക്കുന്നില്ല നടപടി. പരസ്യമായി കേരളം ചർച്ച ചെയ്യുക. തൃശ്ശൂരിൽ ഒരു ഗുണ്ടാ നേതാവിനെ, ആഷ്മി അറിഞ്ഞിട്ടുണ്ടാവും, ഒരു ഗുണ്ടാ നേതാവിനെ തൃശ്ശൂരിൽ ജയിലിൽ നിന്ന് മോചിതപ്പനായപ്പോൾ നമ്മൾ ചില ഹിന്ദി സിനിമയിലും തമിഴ് സിനിമയിലും, മലയാള സിനിമയും ഞാൻ കണ്ടിട്ടില്ല, തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കൂട്ടം ഗുണ്ടകൾ, ഒരു 10-50 ഗുണ്ടകൾ പടക്കം പൊട്ടിച്ച് അവിടെ ആഘോഷിക്ക് തിമിർത്താടുകയാണ്. മദ്യക്കുപ്പികൾ, ലഹരി മരുന്നുകൾ അവിടേക്ക് ഒഴുകുകയാണ്. എന്തേ? ഇവിടുത്തെ പോലീസിന് ഇതൊന്നും അന്വേഷിക്കാനും അറിയാനും നേരമില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പിണറായി വിജയൻ രാജിവെച്ച് വെളിയിൽ പോകാൻ പറ. എന്തൊരു നാണം കെട്ട സമീപനമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. എത്ര വൃത്തികെട്ട ഒരു അന്തരീക്ഷമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. 24 എന്ന് പറയുന്ന ഒരു ചാനൽ, ആ ചാനലിൻ്റെ പിൻബലമുള്ള റിപ്പോർട്ടറെയാണ്. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ, ഒരു MLA പോലും കേരളത്തിലില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഈ രാഷ്ട്രീയമില്ലാത്ത നിരപരാധികൾ, ഒരു രാഷ്ട്രീയവും ഇല്ല, ഒരു സ്വാധീനവും ഇല്ല, ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ പറഞ്ഞവരുടെ അവസ്ഥ എന്താണ്? ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനെന്താ കാരണം? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 14, ഞാൻ ഒന്നാമത്തെ പിണറായി സർക്കാരിൻ്റെ കീഴിൽ 14 പോലീസ് സ്റ്റേഷൻ മരണങ്ങളുണ്ടായി. കസ്റ്റഡി മരണം, ആ കസ്റ്റഡി കൊലപാതകം, അതിലെ പ്രധാനപ്പെട്ട ഒരു കൊലപാതകം വരാപ്പുഴ, അതിൽ ഞാൻ നേരിട്ട് പോയി ഇടപെട്ടതാ. ആ വരാപ്പുഴ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ എന്താ ചെയ്തത്? ഇവർ എല്ലാ അർത്ഥത്തിലും അവർക്ക് കൂടുതൽ പരിഗണനയല്ലേ ഈ രാഷ്ട്രീയ നേതൃത്വം ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്താലും ചോദിക്കാനില്ല. ഞാനൊരു 2-3 കാര്യങ്ങളോട് സൂചിപ്പിക്കാം. എനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. തൃശ്ശൂരിൽ പച്ചക്കറി മാർക്കറ്റിൽ പലിശ കൊടുക്കുന്ന ആരാന്നറിയോ? പോലീസ് ഉദ്യോഗസ്ഥന്മാരാ. ഇവിടുത്തെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുമാണ് കേരളത്തിലെ പല വലിയ പലിശ മാഫിയകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. എന്നാൽ ഉദ്യോഗസ്ഥന്മാരില്ലാന്നുണ്ടോ? ഞാൻ തൃശ്ശൂരിൽ ഒരു ഉദ്യോഗസ്ഥന് പറയാം. ഒല്ലൂർ SI ആയിട്ട് ഞാൻ ആദ്യം പരിചയപ്പെട്ട മനുഷ്യനാണ്. അവിടുന്ന് അദ്ദേഹം CA ആയി, അവിടുന്ന് DYSP ആയി. ഈ തൃശ്ശൂരിൽ ചില രാഷ്ട്രീയ താല്പര്യമൊക്കെ ഉള്ള ആളാണ്. ഞാൻ ആ രാഷ്ട്രീയ താല്പര്യത്തോടൊന്നും എനിക്കൊരു വിയോജിപ്പുമില്ല. ഇന്നത്തെ ഭരണകക്ഷിയായിട്ട് വരെ താല്പര്യം ഉണ്ടാവാം. പക്ഷെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ, ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഈ തൃശ്ശൂരിൽ അദ്ദേഹത്തെ SI ആയിരുന്ന കാലത്ത് ഞാൻ പരിചയപ്പെട്ടതാണ്. ഇന്നും ഞാൻ അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്.
നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എത്ര സത്യസന്ധനായ മനുഷ്യന്, അഴിമതിയില്ലാത്ത ഏത് ഗുണ്ടെ കണ്ടാലും അതിനകത്ത് രാഷ്ട്രീയമില്ല, അവൻ്റെ കീശയിലേക്ക് നോക്കില്ല, അവൻ്റെ കീശ വീർത്തം നോക്കില്ല. അങ്ങനെ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ തൃശ്ശൂരിൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. അങ്ങനെ എത്ര ഉദ്യോഗസ്ഥന്മാർ, അന്തസ്സുള്ളവർ, അഭിമാനമുള്ളവർ, ഈ ഗുണ്ടകളുടെ നാണയത്തുട്ടുകളുടെ കിലുക്കത്തിൻ്റെ പിന്നിൽ കാതു കൂർപ്പിക്കാത്തവർ, കണ്ണുകൊണ്ട് അത് അടിച്ചു മാറ്റാൻ ശ്രമിക്കാത്തവർ, കൈകൊണ്ട് അത് നക്കി തിന്നാത്തവർ എത്രയാ ഈ നാട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവർക്ക് മുഴുവനും കരുതേച്ചുകൊണ്ടാണ് ഈ ചെന്നായ്ക്കളെ പോലെ, കരിമ്പിൻ കൂട്ടത്തിൽ കാട്ടാന ഇറങ്ങിയതുപോലെ പാവപ്പെട്ടവരെ, മാധ്യമപ്രവർത്തകരെ, സാധാരണക്കാരെ, എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള ആളുകളെ ഒക്കെ ധ്വംസിക്കാൻ വേണ്ടി ഈ വക പോലീസ് നേതൃത്വം, അതിന് അനുവാദം കൊടുത്ത ആഭ്യന്തര വകുപ്പ്, അതിന് നിർബാധം എന്തു വേണമെങ്കിൽ ചെയ്തോളാൻ പറയുന്നവൻ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും പരാതി കൊടുത്താൽ പരാതി സ്വീകരിക്കുന്നില്ല. മിനിങ്ങാന്നത്തെ പരാതി, ഒരു മനുഷ്യൻ പരാതി കൊണ്ട് ചെന്നപ്പോൾ പറയാ അയാളോട് മുട്ടണ്ട, അവനോട് മുട്ടണ്ട, പരാതിയൊന്നും വേണ്ട, വിട്ടോ. ഈ ഒരു അവസ്ഥ നിങ്ങളെന്നാലും അവൻ വലിയ പുള്ളിയാ, അവനോട് മുട്ടണ്ട. എന്തൊരവസ്ഥയാണിത്! മതം നോക്കി, ജാതി നോക്കി, നിറം നോക്കി, രാഷ്ട്രീയം നോക്കി മനുഷ്യരെ കൊല്ലുന്നവന്മാർക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു മലയാള സിനിമയിൽ പോലും കാണാത്ത രീതിയിലല്ലേ ഒരു ഗുണ്ട ഒരു ചെറുപ്പക്കാരനെ അടിച്ചു കൊന്ന് തോളിലിട്ടിട്ട് അങ്ങോട്ട് കയറി ചെല്ലുക പോലീസ് സ്റ്റേഷനിലേക്ക്. ഇതെന്ത് നാടാണ് ചങ്ങാതി? അശ്മിയോടെ നാടാണ് ചങ്ങാതി? ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ജീവിക്കാൻ വയ്യെങ്കിൽ ഒരു വഴി ചോദിക്കാൻ പോകുന്ന സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുകയും അവരുടെ ഫോട്ടോ എടുക്കുകയും വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു എന്നുള്ള സംഭവം തിരുവനന്തപുരത്ത് നിന്ന് കേട്ടു. ഈ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ കേട്ടാൽ ഇവിടെ ഒരു ക്രമസമാധാനമുണ്ടോ? ഇവിടെ ഒരു അതിനൊരു വകുപ്പുണ്ടോ? ഇവിടെ പോലീസിന് DGP ഉണ്ടോ? അതിനൊരു മന്ത്രി ഉണ്ടോ?